നമ്മൾ എവിടെയാ ക്ലോസ് ചെയ്തേ? എവിടെ 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 എവിടെ? ആ ക്ലോസ്ഡ്. യാ താഴെ 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 മുകളിലോട്ട് കാണാം. ഓക്കെ, താഴെ മുകളിലോട്ട് കാണാം. ഓക്കെ, ചന്ദൻ ചന്തു കൊമ്പൻ കടി കണ്ണാപ്പിനെ കുറിച്ചിട്ട് കൊമ്പന് കടി കണ്ണാപ്പിനെ കുറിച്ച് ചീത്തവിളിയായിരുന്നു. ഗ്യാങ് ബാൻ മാറിയിൽ അടിക്കുമെന്ന് പറഞ്ഞു. ആ അത് സിറ്റുവേഷൻ ബേസ് പറഞ്ഞ ഒരു കേസ് നോക്കാം. തമിഴിൽ കൊള്ളാം. ആദ്യത്തെ തമിഴ് നൈസ് നൈസ് നല്ല. താങ്ക് യു ബ്രോ. വേറൊന്നുമില്ല, അറിയില്ല. സുന്ദരി ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. കാര്യം പറയട്ടെ. എന്റെ സുന്ദരി ദേഷ്യപ്പെടുമ്പോ കാണാൻ എന്ത് ഭംഗി. അവൻ വല്ല വന്ന് പിസ്റ്റലിനെ വന്നിപ്പോ അടിച്ചിട്ട് പോയതേ. എന്റെ ചുണ്ടുള്ളപ്പോ എന്നെ ആര് തൊടാനാ? കാണുമ്പോണ്ടായിട്ട് അടിച്ചങ്ങ് തിരിക്കാൻ തോന്നണം. അവനെ സുന്ദരിയാണ് ഒരു. എങ്ങോട്ടാ പോണേ നമ്മുടെ ഈ RP കമ്മ്യൂണിറ്റി ഗൈസ്? എങ്ങോട്ടാ പോണേ? ഇതുപോലെ ഷാറൂഖ് ഖാൻ ഈ ഇമോട്ട് മാറ്റാം. ഈ ഇമോട്ട് സിറ്റിന്ന് മാറ്റാം. ഈ ഇമോട്ട് ഓർഡർ സിറ്റിന്ന് മാറ്റാം. ദീപിക പടുക്കോണ്ട ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നത് ഈ പാട്ടില്. ഈ പാട്ടില് കേക്കുന്നില്ലേ? ഇല്ല കുഴപ്പമില്ല, എപ്പോഴേലും കേക്കും. ആ ട്യൂൺ കേൾക്കുമ്പോ തന്നെ നല്ല രസമുണ്ടല്ലേ? പാട്ടില്ലായിരുന്നു ഇവ എങ്ങനെ ജീവിക്കുമായിരുന്നു? ഇതാണോ? സെറ്റാണോ ഇത്? സ്ക്രീനാണോ ഇത്? അതവന്റെ OG ഗേൾഫ്രണ്ട് ആണെന്നാ? ഏത് കൈസൈക്കിൾ ബ്രോ ഹായ്. കണ്ണൻ സീനാണല്ലോ. ഗെയിം ലോഞ്ച് സ്റ്റേഡിയം ഈ സ്പോർട്സ് ഇവന്റോ? സീൻ സ്റ്റേജോടെ. എന്റെ പൊന്നെ, ഇത് ആനിമ അല്ല, ചൈനയിലൊരു സ്പോർട്സ് ടൂർണമെന്റ് ആണ്, യൂട്യൂബിലുണ്ടെന്നാ. എടാ നമ്മുടെ ഇവിടുത്തെ ടൂർണമെന്റ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇതെന്തിനാണ്? നൈസ്. ഹെൽപ്പറുടെ പാമ്പെന്നാ? ഇതേലും മിന്നിച്ചാ മതിയായിരുന്നു. ചാടാം. പാട്ടൊന്ന് മാറിയേ. ചാടാ ലോറ. പക്ഷെ കണ്ണാപ്പി എത്ര നാള് കളിച്ച RP മറ്റേ കപ്പിൾ RP പോലല്ല ഈ RP എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ RP
കുറച്ച് കുറച്ചുകൂടി പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ പറയുക, ആ പുള്ളിക്കാരത്തി ഇല്ലേ, അതാരെന്ന് എനിക്ക് അറിയത്തില്ല. പുള്ളിക്കാരത്തി നല്ലവണ്ണം ആർപ്പ് കളിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ലവണ്ണം കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു RP ആയി പോകാനാണ് എൻ്റെ ഒരു ഇത്. മെച്യൂരിറ്റി ആയിരിക്കണം. മെച്യൂരിറ്റി ഒന്നും വരത്തില്ല അവന്. ഇല്ല മെച്യൂരിറ്റി ഒന്നും അവന് വരത്തില്ല. പക്ഷെ RP നല്ലതായിരിക്കും. ഹലോ, പേടിയാണോ? ഹലോ, പേടിയില്ല, ഇറക്കി പിടിച്ചിട്ടുണ്ടല്ലോ. ആ അല്ല, പേടിച്ചു മറ്റേ അണ്ണാനൊക്കെ മറ്റേ മരത്തെ അള്ളി ആന്തി ഇരിക്കത്തില്ല, അതേപോലെ ഇരിക്കുന്നത്. കേറട്ടെ. When computer asks, "Are you robot?" ഇന്ത്യക്ക് കളഞ്ഞല്ലോടാ. என்ன வேணும் உனக்கு? ഈ മുതുമൈരനെ കൊണ്ട് ഇപ്പം റീല് തുറക്കാൻ വയ്യ. എടാ അഫ്സലേ, എനക്ക് ആജീവനതല്ലേ ഇവിടെ ഇതാണേ. എന്നെ ബ്ലോക്ക് ചെയ്ത് അവരാതി. സെർച്ച് പോർച്ചുഗലിന്റെ ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലായില്ല. പോർച്ചുഗലിൽ ചുമ്മാ സെർച്ച് ചെയ്യാം. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എടാ അത് ഞാൻ വേറെ എന്തോ സെർച്ച് ചെയ്താടാ, അത് എന്തോ തെറ്റി എങ്ങാണ്ട് വന്നതാ. ഓക്കെ, എപ്പോ വരുന്നില്ലല്ലോ. എന്താ നോക്കി എവിടെ അടിയില്. ലൈവ് എൻഡ് ആക്കിയിട്ട് ഹബിക്കാണോ നടക്കട്ടെ. എടാ അല്ലടാ, ഇങ്ങക്ക് ഹബിൽ പെയ്ഡ് സബ്സ്ക്രൈബ്. എടാ എന്താടാ നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാറേ, താങ്ക് ഗോഡ് യു ഡോണ്ട് സെർച്ച് എക്സ്ലാൻഡിസ്. ചേട്ടാ അപമാനിച്ചേ, ഞാൻ പോയിക്കോട്ടെ. സെർച്ച് ചെയ്യാനാ ചന്ദ്ര സെർച്ച് ചെയ്യാനാ? എന്തിന്? അതിന്റെ ആവശ്യത്തിന്? എടാ എന്റെയൊക്കെ സെർച്ച് എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, സെർച്ച് വെബ് ഒന്നുമില്ല, സാധനമില്ലല്ലേ. എടാ നിങ്ങൾ തന്നെ ചുമ്മാ ചിന്തിച്ച് നോക്ക്. എൻ്റെ കയ്യിൽ 2 ഫോണുണ്ട്. ഐ ഹാവ് 2 phones. വൈ? എന്തിന്? പിന്നെ എന്തുമായി എന്താ ലൈൻ സെറ്റ് ആയ ശേഷം പൂക്കിയെ മാറിയ കലിപ്പൻ ചങ്ക് ഒരു വൈരാഗിയെ ഗ്രഹസ്ഥനാക്കി മാറ്റിയതുള്ള അപ്പോഴാണ് പ്രേമത്തിന്റെ നിർവചനം പഠിപ്പിച്ചത്. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി ഒരു പൂക്കി കണ്ണാപ്പി. ചന്ദ്ര, എനിക്ക് കുറെ സത്യങ്ങൾ പറയാനുണ്ട്. ജാക്കിയോനെ നീ പറയടാ പട്ടി. ചന്ദ്ര, ഡിഡ് യു മിസ് ദോസ് ഡേയ്സ് എന്നോ ക്രിസ്മസ്?
സത്യമായിട്ട് മിസ് ചെയ്യണം, സത്യമായിട്ട് മിസ് ചെയ്യണം. ക്രിസ്മസിനാണെങ്കിലും ഓണത്തിനാണെങ്കിലും എന്ത് പരിപാടി വന്നാലും നാട്ടിലൊരു സമയം വരെ ഫുള്ള് ക്രിസ്മസിനൊക്കെ നമ്മൾ അവിടെ പുൽക്കൂടൊക്കെ വെക്കും നമ്മുടെ വീടിൻ്റെ പുറത്ത്. അവിടെ ചേട്ടന്മാരൊക്കെ ഉണ്ട്, ചെറിയൊരു നമ്മൾ പയ്യന്മാരെല്ലാവരും കൂടി ഫണ്ടൊക്കെ കളക്ട് ചെയ്ത് പിന്നെ നമ്മളിതുപോലെ ഇതിന് പോവും, എന്താ പറയുക, ഭജനയ്ക്ക് പോവും ഫുള്ള്. സോറി, ഐ മീൻ കരോളിനൊക്കെ പോയി വീട്ടിൽ നിന്നൊക്കെ ഫണ്ട് കിട്ടും. ആ ഫണ്ടൊക്കെ നമ്മൾ കൂട്ടി വെച്ചിട്ട് ആ ഫണ്ടൊക്കെ ഇട്ടായിരിക്കും പുൽക്കൂട് വെക്കണേ. അതിൻ്റെ ഫൈനൽ ഡേ ഒരു 3 ദിവസം ഫുള്ള് പാട്ട് സെറ്റൊക്കെ എടുത്ത് സെറ്റാക്കി പൊളിയാണ്. പിന്നെ ഭജന, ഐ മീൻ കരോൾ നമ്മൾ വേറൊരു രീതിയിൽ പറയുമല്ലോ, അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വിഷയരുത് മിസ്സിങ് ദോസ് ഡേയ്സ്. ചേട്ടാ, ഇന്നത്തെ കാലത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനെ പറ്റിയിട്ട് ചേട്ടൻ എന്താ പറയാനുള്ളത്? അയ്യോ, അവരെ മനുഷ്യൻ തിരിഞ്ഞു നോക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം വലിച്ചൂരി കളഞ്ഞ് നടക്കണത്. ആരെങ്കിലും നോക്കണ്ടേ അവിടെയൊക്കെ? അപ്പൊ നിങ്ങൾ നോക്കൂലേ? എവിടെ നിന്ന്? പെണ്ണും പണവും എന്നെ തേടി വരണം, ഞാൻ എന്നെ തേടി പോവില്ല. പെണ്ണും പണവും എന്നെ തേടി വരണം, ഞാൻ എന്നെ തേടി പോവില്ല. ഇങ്ങനെ അല്പവസ്ത്രധാരണം ധരിച്ചുകൊണ്ട് പോകുമ്പോ ആണുങ്ങളിൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാവുമെന്ന് അയ്യോ, അത് കാണുമ്പോ ആണുങ്ങൾ വെറുക്കും. വെറുത്താണ് പോണത്. ബാക്കി ഇരിക്കുന്നതോടെ മാറ്റുമ്പോ എല്ലാം മതിയാവുമാർക്ക്. ഓരോ ആൾക്കാരുടെയും പേഴ്സണൽ ഇഷ്ടമല്ലേ അവർക്ക് എന്ത് ധരിക്കണമെന്നുള്ളത്. അവർക്ക് കംഫോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ധരിക്കും. അവള് ജട്ടിയിട്ടോണ്ട് നടന്നാലും കുഴപ്പമില്ല, ബ്രേസർ ഇടാതെ നടന്നാലും കുഴപ്പമില്ല. അതിൽ എന്തിനിരിക്കണ്? ഇവിടെയുള്ള കുറെ പൊങ്ങാത്ത പൈലുകളുണ്ടാവും, അതിൽ ഇത്തിരി നോക്കും. വേറെ യൂണിവേഴ്സിലുള്ള മനുഷ്യൻ, വേറെ യൂണിവേഴ്സ്, സിഗ്മ യൂണിവേഴ്സ്, അപ്പാപ്പൻ ഫ്രം സിഗ്മ യൂണിവേഴ്സ്. കൊണ്ടുവരണത് മുത്തരപ്പിട്ട് അന്വേഷണം പറഞ്ഞ അടിച്ച് കറക്കി കഴിച്ചല്ലേ. ആ അപ്പാ മഴക്കാലത്ത് ഇപ്പൊ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും ഡയലോഗ് അടി പിടിക്കും നമ്മളൊരു ദിവസം പിടിക്കും നമ്മള്. ഏതായാലും മനസ്സിന് ടെൻഷൻ കൊടുക്കണ്ട. എടാ പോടാ പുല്ലേ, എന്ത് ടെൻഷൻ? ഞാൻ ഇത്ര നാൾ അനുഭവിച്ചാൽ കൂടുതൽ ടെൻഷൻ ഒന്നും ഈ ലോകത്ത് ആരും അനുഭവിച്ചില്ല. നിന്റെ തലയ്ക്ക് വെളിവില്ലാണ്ടായിട്ടുണ്ട്, അബദ്ധം കാണിക്കല്ലേ. പെണ്ണ് കിട്ടാതായപ്പോൾ അതിലെ പാട്ട പറക്കാൻ ഒന്ന് തമിഴത്തി പ്രപ്പോസ് അബദ്ധം അറിയാതെ പറ്റുന്നല്ലേ, ഇത് അറിഞ്ഞു ചെയ്യാൻ പോകുന്നതാടാ. ആർക്കും കല്യാണം കഴിക്കാൻ പ്ലാനൊന്നുമില്ലേ? ഞാനൊരു അറബിച്ചിയെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ദുബായിൽ ഉടനെ ഒരു കല്യാണം കൂടാല്ലേ? പക്ഷെ അറബി സമ്മതിക്കൂന്നൊരു സംശയം. അവളുടെ അപ്പൊ അത്ര വലിയ അറബിയ? വാപ്പയല്ല, അവളുടെ കെട്ടിയോ. ഹറാം പറഞ്ഞവനെ, ദുബായ് പോയി റാഹത്തായിട്ട് അമീതം പിടിക്കുന്ന എന്റെ പൊന്നളി അങ്ങേർക്ക് 3 ഭാര്യമാരാ, അത് ഒന്നിനെ തന്നെ എന്ത്? അത് ന്യായം, അത് ന്യായം. മോസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ പ്രീവാർ, നല്ല ചൂടുള്ള സമയം, ഒരു മഴ കിട്ടിയ അനുഭവം. ഇതൊക്കെ ഈ തായോട് ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്താ? ന്യൂ ബോൺ പ്രീക്ക് പുറിയുവാൻ പഴയ ആൾക്കാർ സുഖമാണോ അവരെ ഇനി തിരിച്ചു കയറുമെന്ന്? ആ തായോളിക്ക് എന്താ അറിയേണ്ട ആവശ്യം എന്താ? അവനെ തിരിച്ചു ഞാൻ അവനെ പറഞ്ഞു കൊടുക്കാം, അവന് തിരിച്ചു വരുന്നത് പുറിയുവാന്. അറിഞ്ഞോണ്ട് വീഡിയോ ചെയ്യുന്നു. നീ പറഞ്ഞേ ഞാൻ കിടക്കുമ്പോ എടുത്തിട്ടില്ല. അവന് തിരിച്ചു ഞാൻ അവനെ പറഞ്ഞു കൊടുക്കാം, അവന് തിരിച്ചു വരുന്നത് ന്യൂ ബോൺ പ്രീക്ക് പുറിയുവാൻ. നീ എന്റെ 1v2 ഒക്കെ ഉണ്ടാകുന്ന പറഞ്ഞ ഡേയ്സ് ഇതില് 1v2 എന്ന് ഉണ്ടെന്ന് പറയുന്നതായിട്ട്. ചന്ദ്രു ദിസ് വീക്ക് സീൻ ആയിരുന്നു 3 ഗ്യാങ് വള്ളികൾ, 3 പ്രീവാർ, 3 വാർ, ഒരു കൺസൈൻമെന്റ്, എല്ലാം തൂക്കിയല്ലോ ടി വിന്ന്. പിന്നല്ലേ വി ആർ ബാക്ക് ടു പ്രൈം ബ്രദർ, ബാക്ക് ടു പ്രൈം. സിറ്റുവേഷൻസ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് എരന്ന് വന്ന് വാങ്ങിക്കുക.
நாங்களும் பிளேயர் தான் சார். ஆனா எங்களுக்கு ஃபுட்பால் எல்லாம் தெரியாது. ஆனா எங்க ஆட்டம் தனமா இருக்கும். പുതുക്കിയാട്ടാ പുതുക്കി. മതാരെയാണാ? ബ്രുജുവിന്റെ അച്ഛനാ? ബ്രുജിന്റെ അച്ഛൻ 50 ബുക്സ് മാസ്റ്റർ. എടാ ഇന്നലെ എനിക്ക് കുറെ മെസ്സേജ് അയച്ചായിരുന്നു ചന്ദ്ര, ഏത് അനിമി ആണോ എന്ന് ചോദിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അനിമിയുടെ ഇതൊക്കെ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറെ പേര്. കുറെ ഉണ്ടല്ലോ ഇത്. നോക്കാം നമുക്ക്. എനിക്കത് മലയാള ബുക്ക് വായിച്ചാൽ മതി. സ്നൈപ്പ് ആണെന്നാ ഇപ്പൊ ടി വി കൺഫൈറ്റ് പൊളിയാ. യെസ് ഇത്രയും പൊക്കമുള്ള ശരീരത്തിലുണ്ടല്ലോ, ഇത്രയും ഹൈറ്റുള്ള ശരീരത്തിൽ ഇത്രയും മാസ് കയറ്റുക എന്ന് പറയുന്നത് എന്ത് പാടുള്ള പരിപാടി എന്ന് പറയട്ടെ. ബ്രോ എല്ലാ ദിവസവും മുടങ്ങാതെ വന്ന് നമുക്ക് മെമ്പർഷിപ്പ് സ്പോൺസർ ചെയ്യുന്ന നമ്മുടെ കൈൻ സൈക്ലോൺ ബ്രോയുടെ ബിഗ് ഷൗട്ട് ഔട്ട്. താങ്ക്സ് എ ലോട്ട് ബ്രോ. താങ്ക് യു സോ മച്ച് കൈൻ സൈക്ലോൺ ബ്രോ ഫോർ ദ മെമ്പർഷിപ്പ്. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാട്ടി തന്നെയാണോ എനിക്കറിയത്തില്ല. കിലുവ 1 2 3 എന്താ ഇവിടെ? That's pretty cool. Nice. കോച്ച് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. കോച്ച് നല്ലോണം ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈസ് ബെറ്റർ ഡേ ബൈ ഡേ. എനിക്ക് അത്രയ്ക്കങ്ങനെ നിർബന്ധാച്ചാ. ഇല്ല എന്താ ബോസ് അവിടെ പതുക്കെ തുറവിളിയാ. ആ എപ്പോ വന്ന്? ആ എന്താണ് വെച്ചു? എന്നെ കൂടെ കൊണ്ടുപോടാ. ഞാൻ ലൈവാ. അല്ലല്ല അവിടെ ആ ബോസ് ഇജാത് എക്സ്പീരിയൻസ് ഉണ്ടോ റിയൽ ലൈഫിലെന്നാ? കുഞ്ഞന്റെ അവൻ എന്നെ അവിടെ കൊണ്ടുവന്നു. ബാംഗ്ലൂർ നൈറ്റ് ലൈഫ് പൊളിയായിരിക്കും അല്ലേ? നൈറ്റ് ലൈഫ് ഇൻ ബാംഗ്ലൂർ ആണോ? നമ്മുടെ ചെറിയൊരു പെട്ടി പഠിച്ചായിരുന്നു നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് പോയപ്പോ. ഇതിന്റെ ചാർജർ മറ്റേ നോർമലി ഇല്ലെന്നോണ് എല്ലാം സി ആണ്. തപ്പിയെടുക്കാം. ഇപ്പം നടക്കൂല. ഏതാ മറ്റേ ചാർജർ അല്ലേ? പഴയ ചാർജർ അല്ലേ? നോക്കാം. ആ നോക്കട്ടെ, എടുത്തുതരാം. ഏതിന്റെയാ അത്? ഊപ്പാ? ഊപ്പ് കിട്ടി? ഇങ്ങനെ കാണിക്കട്ടെ ആൾക്കാരെ. ഗൈസ് ദിസ് ഈസ് ഊപ്പ്. ഊപ്പ് എത്ര പേർക്ക് അറിയാം? ഇത് നമ്മുടെ ഡെയിലി റൊട്ടീൻ മോണിറ്റർ ചെയ്യണ ഒരു ഡിവൈസ് ആണിത്. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട്. ഇത് ചാർജറല്ലേ ഇതായിരിക്കുന്നേ? ഇതാണ് ചാർജർ. ഓക്കെ. നമ്മുടെ ഡെയിലി റൊട്ടീൻസ്, നമ്മുടെ വർക്ക്ഔട്ട്സ്, നമ്മുടെ സ്ലീപ്പ്, റിക്കവറി, വേറെന്തൊക്കെ വർക്ക്ഔട്ട്സ്, എല്ലാ സാധനങ്ങളും മോണിറ്റർ ചെയ്യണ സാധനം. ഇത് പക്ഷെ നമ്മള് എപ്പോഴും നമ്മളെ കയ്യിൽ കെട്ടിക്കണം. ഇൻക്ലൂഡഡ് കുളിക്കുമ്പോ അതില്ലല്ലേ? കുളിക്കുമ്പോൾ പല പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ ഇത് അറിയാൻ പറ്റും. ഇതില് ഇതാണ് സാധനം. സിമ്പിൾ
സിമ്പിൾ ആയിട്ടാ ഇരിക്കുന്ന സാധനം. ഇത്രേ ഉള്ളൂ. കയ്യിലൊരു ചെറിയൊരു ബെൽറ്റ് പോലെ ഒക്കെ ഇരിക്കും. കണ്ടാ 20K ആണ് പറഞ്ഞത്. ഇയർലി 20K അല്ലേ? അത് മാറിക്കൊണ്ടിരിക്കും സബ്സ്ക്രിപ്ഷൻ. ഇത് 4 ആണ്. 4 ഇപ്പൊ ഞാൻ എടുത്ത് 20 ആണ്. 29 അങ്ങനെയൊക്കെ ഉണ്ട്. 5 വ്യത്യാസം. എനിക്ക് ഈ സാധനം മേടിക്കണമെന്നുണ്ട്. ഇതിന്റെ കുറെ ഇതൊക്കെ ഇട്ട്. ഇതിന് കുറെ ഇപ്പൊ ഇത് ബ്ലാക്ക് അല്ലേ? ഇത് ബ്ലാക്ക് അല്ലേ? ഇതിന്റെ കുറെ വേരിയൻസ് ഉണ്ട്. വേറെ കുറെ വേരിയന്റ് ഇതൊക്കെ ഉണ്ട്. നല്ല ശരിക്കും പറയുവാണ് ഭയങ്കര ആക്യുറേറ്റ് ആണ് ഈ സാധനം. ഫണ്ട പാർട്ട് അത് ശരിക്കും പറയുവാണെങ്കിൽ ഒരു ചിറങ്ങിപ്പോയി. ശരിക്കും പറയുവാണെങ്കിൽ ഇത് ഭയങ്കര നല്ലതാണ്. നമ്മുടെ ഉറക്കം എല്ലാ സാധനങ്ങളും മോണിറ്റർ ചെയ്യണ ഒരു കിടിലൻ സാധനമാണ്. നമുക്ക് എത്ര നേരം നമുക്ക് ഉറങ്ങണം, നമുക്ക് ശരിക്കും നമുക്ക് ഇത്ര നേരം പ്രോപ്പർ സ്ലീപ്പ് വേണം, എത്ര നേരം നമുക്ക് വർക്കൗട്ട് കഴിഞ്ഞാൽ റിക്കവറി എല്ലാം നമുക്ക് കറക്റ്റായിട്ട് വേണ്ട സാധനങ്ങൾ ഇത് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് പറഞ്ഞു തരും. നൈസ് സാധനം. ഓക്കെ, സാറിനോട് തീർക്കേണ്ടിയിട്ട് ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. വൂപ്പ് എനിക്ക് മേടിക്കണം. 20K നല്ല കാശ് സേവ് ചെയ്ത ഉടനെ തന്നെ മേടിക്കണം. ഓക്കെ എവിടെ എനിക്ക് പൊറന്നിരിക്കുന്ന ഒരു പെങ്ങളുണ്ട്. കാണാൻ കൊള്ളാവുന്നതാണെങ്കിൽ അവളെ ഞാൻ കെട്ടിക്കൊള്ളാടാ. He kept the promise. എടാ മറ്റേ അനുവിനെ പോലെ ഇല്ലേ? ഇത് അനുവിന്റെ ആരിലാണോ ഈ ആക്ടർ? നമ്മളൊരു സിനിമ മറ്റേ ഇത് ബിഗ് ബോസ് അനുവിനെ പോലെ ഇല്ലേ? മെഡിച്ച എന്റെ സാധനം കഴിഞ്ഞുപോയി. ഒരു പോയിന്റ്. നിങ്ങളാണ് നിങ്ങൾ. നെക്സ്റ്റ് കോൺട്രവേഴ്സി എന്താ? അയ്യോ കോൺട്രവേഴ്സി അല്ല, ശരിക്കും ചോദിക്കാണ്. എവരെ കാണാൻ ഇത് ജാക്കിയോൻ പരിഷ്കാരം ജാക്കിയോനെ വിളി. ജാക്കിയോൻ കൂളൊക്കെ ഇപ്പൊ വെക്കുന്ന ആരെങ്കിലും ഉണ്ടാ? 90s ബോയ്സിൽ ചിലരെ സൃഷ്ടിച്ച ശേഷം അരുത്. കാരണമില്ലാതെ ആ മണി ഉപയോഗിക്കരുത്. ഇത് സമയം അറിയിക്കാനുള്ള നാഴികമണിയാണോ? അല്ല സാർ, ഇതിന്റെ ഉദ്ദേശം വേറെയാണ്. അതെനിക്ക് മനസ്സിലായില്ല. അരുത്. കാരണമില്ലാതെ ആ മണി ഉപയോഗിക്കരുത്. ഇത് സമയം അറിയിക്കാനുള്ള നാഴികമണിയാണോ? അല്ല സാർ. യെസ് ദൻ അവൻ എന്നെ വിടൂല വീഡിയോ കാണാതിരിക്കാൻ വേണ്ടിട്ട്. എന്തൊക്കെയാടാ പടച്ചു വിടുന്നു? ഇതാരാടാ ഇതൊക്കെ ഉണ്ടാക്കുന്നവനെയൊക്കെ? ദൈവമേ, എന്താ കപ്പല്? അതാണ് നമ്മ എന്റെ ഫ്രണ്ടല്ല, എന്റെ ബ്രദറാണ്. ബ്രദറാണ്, എന്റെ സ്വന്തം ബ്രദറാണ്. അളി നീ വണ്ടിയിൽ എന്ത് ഊമ്പാനാളിയാ നിക്കണം? വണ്ടി മാർക്ക് കളിയാ സാവേജ് കുണ്ണേ. 945 നിനക്കറിഞ്ഞൂടാ? അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മളല്ലേ ഫസ്റ്റ് പോകേണ്ടത്. മാർക്ക് ചെയ്യണം. സാവേജേ
സാവിനെ അളിയാ കേറ്. അടിച്ച കൊലയാളി എണ്ണങ്ങളെ ചവണക്കുണ്ണേ. എന്റെ ഫ്രണ്ടല്ല എന്റെ ബ്രദറാണ്. സ്വന്തം ബ്രദറാണ്. എന്ത് ഇടിയത് എടുത്തിട്ട് പട്ടിയടി. ഞാനെന്നാ വണ്ടിയിലോട്ട് എന്തോ ഒരു അടിയാണ് അടിച്ചത് ഞാൻ. നിങ്ങൾ എന്റെ POV കണ്ടൊരു ചിന്തിച്ചില്ലേ? ഒരുത്തനെങ്കിലും ഒന്ന് ചാവെന്ന് മനസ്സുകൊണ്ട് പറഞ്ഞില്ലേ നിങ്ങള്? ഞാൻ എന്തോ ഒരു അടിയാ അടിച്ചത്. ഒരു പട്ടി എത്തില്ലടാ. 1000 ബുള്ളറ്റ് ഞാൻ എത്തി. 1000 1500 ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. 1000 ഞാൻ വണ്ടിയിൽ അടിച്ച് കളഞ്ഞ്. എന്നിട്ടൊരുത്ത ചത്തില്ല. എനിക്ക് വിഷമമുണ്ട് അതിലൊക്കെ. എനിക്കതിലൊക്കെ നല്ല വിഷമമുണ്ട് ഗൈസ്. ഞാനേ അസ്രയേലിന്റെ വീഡിയോ ആണ് ഇവിടെ. അസ്രയേൽ എന്ന് പറഞ്ഞിട്ട് അസ്രയേൽ ഇതാണ് അസ്രയേൽ. അസ്രയേൽ അസ്രയേൽ വീഡിയോ. അസ്രയേലിന്റെ വീഡിയോ ഇത് നിറഞ്ഞ. ഞാൻ ക്ലോസ് ചെയ്തല്ലോടാ. ഒയ്റ്റില്ല. എന്താ പേരെന്താ? ചാനലിന്റെ പേരെന്താ? ഗെയിം വേണം പൊട്ടാ. എടാ പൈ പൊണക്കല്ലേ. അസ്രയേൽ ഗെയിമിംഗ്. ഓക്കെ. അസ്രയേൽ 8 ദിവസം മുന്നോട്ട് വീഡിയോ ആണോ? 1 hour away. ഓക്കെ. ഒന്നുമില്ല എന്താ ഞാനും ജൂറും അവിടെ ഓക്കെ വെയിറ്റ് ഗൈസ്. നമുക്ക് ക്യാമറ മുകളിലോട്ടാക്കാം. അല്ലെങ്കിൽ അതിന്റെ പുറകെ നിക്കായിരുന്നു. ഇവന്മാര് ചൊറിയാൻ വന്നതെന്ന് മനസ്സിലായെന്നറ. ഇവന്മാര് വന്നിട്ട് കെലീൻ അടിച്ച് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചപ്പോ ഒന്നുമില്ല എന്താ ഞാനും ജൂറും അവിടെ കെലി അവിടെ നിക്കായിരുന്നു. ഇവന്മാര് ചൊറിയാൻ വന്നതെന്ന് മനസ്സിലായെന്നറ. ഇവന്മാര് വന്നിട്ട് കെലീൻ അടിച്ച് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചപ്പോ അവൻ വന്നിട്ട് പറഞ്ഞു നീ എന്താ കൊണക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഇവരെ ഞങ്ങളെ പോടാന്ന് വിളിച്ചിട്ട് പോയി. അറിയാ പോടാതാ എന്താന്ന് വെച്ച് എടാ കൊണ അടിക്കാറ വാലാട്ടി പട്ടി എന്നൊക്കെ പറഞ്ഞ ചോറി. ഞാൻ എന്നിട്ട് വെച്ച് നീ പേര് പറയടാന്ന് പറഞ്ഞ അവന്റെ സ്ഥാനത്ത് വന്നത് അവന്റെ സ്ഥാനത്ത് വന്നതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നീയൊക്കെ ഒന്നും പറയാണ്ട് വന്നടാ. ഞങ്ങൾ എന്നിട്ട് പേര് ചോദിച്ചടാ. ഞാൻ ചോദിച്ചു നിനക്ക് പിടിപ്പേടില്ല നിന്റെ സാമാനം ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട് അവനൊരു കുഴപ്പമില്ല. അവൻ സേഫ്സോണിൽ കയറി. ഞാൻ പറഞ്ഞടാ ഇത്ര പിടിപ്പേടുള്ളവനെ ഞാൻ അടിക്കത്തില്ലെന്ന് പറഞ്ഞു. നാണവാനില്ലാത്തവന്. ഞാൻ പിന്നെ വെറുതെ കണ്ടു റേഡിയോ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത വള്ളി എടുത്തോ ഇല്ല ചോദിച്ചാ പോരെ. ഹലോ പേരെന്താ? കുടുംബത്തിൽ അങ്ങനെ പേരുള്ളടത്തോണ്ടോന്ന് വരിക. ഇങ്ങനെ സേഫോണി കയറി അടയിരിക്കാൻ പോടാ. നാളില്ലാത്തവനെ കൂടുള്ളവൻ ഇറങ്ങിപ്പോയാലാണ് അടി കൊണ്ടപ്പോ അടി കൊണ്ട് ഇറങ്ങിപ്പോടാ. ഉറപ്പുണ്ട് ഒരുത്തനെ കിട്ടി ആരെ കൊണ്ടോ അവൻ അതിന്റെ അകത്ത് ചത്തേരുന്നല്ലോടാ. പറയാതിരിക്കാൻ വയ്യടാ. അമ്മര് വെറും മുണ്ണാളാ. അതിന്റെ ശിക്ഷ ഉണ്ടാക്കുന്ന കൊണക്കിയൊക്കെ പറയുന്നത് ഇതുപോലത്തെ ഒരു നിന്നെയൊക്കെ അടിച്ച പോലെ ചോദിക്കാൻ നിന്റെ കൂട്ടത്തിൽ നിന്ന് വരെ ആരുമില്ല. മനസ്സിലായ? അതാണ് നിന്റെയൊക്കെ പിടിപ്പേട്. പേരിന്റെ അറ്റത്തിൽ വൂപ്പ് അത്ലറ്റ്സിന്റെ മാത്രം വർത്ത്. കാരണം ഇയർലി 20K 30K. അതാണ് അത്രയും വരും ലൂപ്പിൽ. ഒരു സെക്കൻഡ് ഗൈസ്. മിഥുൻ ടു യു ബ്രോ. താങ്ക് യു സോ മച്ച് മിഥുൻ ടു യു ബ്രോ ഫോർ ദ മെമ്പർഷിപ്പ്. താങ്ക്സ് അലോട്ട് ബ്രോ. താങ്ക്സ് അലോട്ട്. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. താങ്ക് യു. ലവ് യു ബ്രോ. ലവ് യു. ടാക്സി കിട്ടാൻ പോടാ. ഗ്യാങ് ആവാൻ പഠിക്കണം. മനസ്സിലായോ? സൂപ്പർ
ഹോസ്റ്റേജാ ആടാ ഹോസ്റ്റേജ് എടുത്തിട്ട് അവനെ കൊന്നു കളഞ്ഞടാ. എന്താ പറഞ്ഞേ? കേക്കടാ പറയടാ മുന്നേ വല്ല ഉണ്ടെങ്കിൽ നീ നേരെ പറ. നീ നേരെ പറയാനാ പറയാ നിന്റെ അടുത്ത്. നിന്നോട് നേരെ പറയാനാ പറഞ്ഞേ. ആരെടാ ഇതൊക്കെ ഈ തായോളി ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്താ? ന്യൂബോൺ ഫ്രീക്ക് പുറിയുവാൻ പഴയ ആൾക്കാർ സുഖമാണോ അവനെ ഇനി തിരിച്ചു കയറുമെന്ന്? ആ തായോളിക്ക് എന്താ അറിയേണ്ട ആവശ്യം എന്താ? അവനെ തിരിച്ചു ഞാൻ അവന് പറഞ്ഞു കൊടുക്കാം അവന് തിരിച്ചു വരുമെന്ന് പൂറിയുവാന്. ഓ അഡ്രനലിൻ റഷ്. എഡിറ്റിംഗിലെങ്കിലും ഒരു വണ്ടി പൊട്ടിയെങ്കിൽ കാണിച്ചല്ല, സന്തോഷം എനിക്ക്. ഈ പോയവർ റേസ് അതൊക്കെ ഓസിയ പഞ്ചവരാത് ഓസിയാണ്. ഇതൊക്കെ എടുത്തിട്ട് കുറെ നേരമായി അവന്റെ അച്ഛനെ കെട്ടിക്കാനായിട്ട്. നിനക്ക് പറയാൻ ലീഡർ പോലും ഇല്ലടാ നിനക്ക്. എടാ നിനക്ക് പറയാൻ ലീഡർ ഇല്ലല്ലോടാ. എടാ ഞാൻ കാര്യം എല്ലാത്തിനും ലിമിറ്റ് ഒക്കെ ഉണ്ട്. വാറടിക്കാൻ പറ്റില്ല കുറച്ചോടാ, കുഴപ്പമില്ലടാ, സാരല്ലടാ. നമ്മള് പേരെ വിചാരിച്ചോളടാ, സാരല്ലടാ. തലയില്ലടാ, തലയെടുക്കണം. എന്താണ് പോയവരാരൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിന്റെ നീവോൺ ട്രീക്കിന്റെ നിനക്ക് നീവോൺ ട്രീക്കിന്റെ പോയവരാരൊക്കെ ഞാൻ പറഞ്ഞുതരാടാ. ഞാൻ ഇരിക്കോളാൻ പറഞ്ഞു. തീർന്ന് വാണക്കണ്ടിയെ കേറുന്ന താഴെ എല്ലായിടത്തിനും വാറാ വാരിയുടെ എല്ലാത്തിനും. എടാ പഴവേ, എടാ ന്യൂബോൺ പഴവേ, എടാ ഈ ഇറങ്ങിപ്പോയി എടാ ഈ ഇറങ്ങിപ്പോയവരുടെ ഉണ്ടായിരുന്നുള്ള അവസ്ഥ അലച്ചോടാ നീ. Nice W video brother. Nice video. Astral Gaming nice. Paid Chandru. അവന് കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ അവന് കാര്യം മനസ്സിലായി. കാരണം ഞാൻ അതുപോലെ വെടിവെച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായി പുള്ളിക്ക്. നല്ല വീഡിയോ അസ്രായല്ലേ. ഞാൻ അത്ര എഫേർട്ട് ഇട്ടതിന് നീ അത് തന്നല്ലോ. ഷോർട്ടെക്സിന്റെ വീഡിയോ വരുമോന്ന്? ഷോർട്ടെക്സിന്റെ വീഡിയോ അറിയത്തില്ല. ഷോർട്ടെക്സ് എൻ്റെ ഒരു വീഡിയോ ചെയ്തോണ്ടിരിക്കുക കേട്ടാ, സൂൺ വരും. കത്തിക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഗൈസ്. അതുപോലെ നമ്മൾ 29th ലോക്ക് ടെക് ട്രിവാൻഡ്രം വരുന്നുണ്ട്. ട്രിവാൻഡ്രത്തുള്ള ആരൊക്കെ ഉണ്ട് ഗൈസ്? ട്രിവാൻഡ്രത്തുള്ളവരൊക്കെ പറ്റുവാണെങ്കിൽ ലോക്ക് ടെക്ക് പറഞ്ഞ 29th നമുക്ക് എല്ലാവർക്കും കാണാം. അവിടെ എന്തൊക്കെ കുറച്ച് ഗെയിംസൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്.
ലോടെക്കിൻ്റെ എന്തൊക്കെ ഇൻ്റലിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് വരുന്നത്. ആൻഡ് നമുക്ക് എന്തൊക്കെ ഗിഫ്റ്റൊക്കെ കിട്ടും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാണാം എല്ലാവർക്കും. ഓക്കെ, സോ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ളവരൊക്കെ അന്ന് ലോക്ടെക് പറഞ്ഞ ടൈം ഞാൻ ഇടാം, വരുന്ന ദിവസങ്ങളിൽ സ്റ്റോറി ഇടാം എപ്പോഴത്തേക്കാണെന്ന്. സോ ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ എന്നെ കാണണമെങ്കിൽ ലോക്ടെക്കിൽ വന്നാൽ മതി, നമുക്ക് മീറ്റ് ചെയ്യാം, ഫോട്ടോ ഒക്കെ എടുക്കാം, സെറ്റാകാം. ഓക്കെ, അപ്പോൾ അത് ഗൈസ് നമുക്ക് അത് പറഞ്ഞുകൊണ്ട് ലെറ്റ്സ് ഗോ സിറ്റി. നമുക്ക് സിറ്റി കയറാം ഗൈസ്. നെക്സ്റ്റ് മന്തല്ല 29th, ഈ വരുന്ന 29th സിറ്റി കയറാം ഗൈസ്, സിറ്റി കയറാം. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാം.